കാല്, ഞങ്ങളുടെ കുഞ്ഞിക്കാല്. പാർക്കാണെന്ന് തോന്നുന്നു, അറിയില്ല നമ്മളെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. പിള്ളേർക്ക് 2 പേർക്കും പനിയൊക്കെ പിടിച്ച് എവിടെയും പോവാതെ ഒരു 3-4 ആഴ്ചയായി ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അത് ഈ കഴിഞ്ഞ സൺഡേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എവിടെ പോകും എന്നാലോചിച്ച് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തപ്പി നോക്കി. മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. കാരണം രാവിലെ മോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോള് തിരിച്ചെത്തുമ്പോൾ തന്നെ സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ തിരിച്ചെത്തേണ്ടതുകൊണ്ട് അതിന് പറ്റിയൊരു സ്ഥലം നോക്കി അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലമാണ് കടലുണ്ടി. അവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ടാറ്റ പോകുന്നത് എവിടെ പോകുന്നറിയോ? ഇവിടേക്കാ. പിന്നെന്തെങ്കിലും റെഡി ആയി നിൽക്കുന്നു. പപ്പ എവിടെ പോവാന്നാ പറഞ്ഞേ? മമ്മ ഡ്രസ്സ് മാറ്റും. അപ്പം മാറ്റുമോ? അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് കാറിന്ന് കാണാം. ബൈ. ആരോട്ടിക്കൊന്നും എവിടെയാണ് പോകുന്നത് പോലും അറിയില്ലായിരുന്നു. അവർക്ക് പിന്നെ അങ്ങനത്തെ ഡിമാൻഡ്സ് ഒന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ നേരെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ബിരിയാണി എന്നുള്ളൊരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഈ കുക്കിങ്ങിനോട് കുറച്ചൊരു ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് എനിക്ക് തന്നെ മടുത്തു. അങ്ങനെയാണ് ബാക്ക് ടു ബിരിയാണിയിലേക്ക് ഞങ്ങൾ എത്തിയത്. ഈ റെസ്റ്റോറൻറ്റിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് കാരപ്പറമ്പിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. നല്ല ഫുഡും കുറേ നല്ല ആളുകളുള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ ഗൂഗിളിൽ ക്ലോക്ക് ടവർ എന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. നല്ല ആളുകളെന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ചെറുതിനെ എടുത്തുകൊണ്ട് നടക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം പോയ അന്ന് ഞങ്ങൾ 2 ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ബിരിയാണി നോക്കുന്ന സമയത്ത് ഒരു പീസ് ഓക്കെ ആയിരുന്നു. രണ്ടാമത്തെ പീസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും അതിൻ്റെ ഒരു എല്ല് മാത്രമായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവർ വലിയൊരു പീസ് ചിക്കനും കൂടെ കുറേ ചോറുമായിട്ട് അവർ പിന്നെയും കൊണ്ടു തന്നു. നല്ലത് കണ്ടാൽ നല്ലത് പറയണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രൊമോഷൻ വർക്കോ കാര്യമൊന്നും അല്ല ഇത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു അഭിനയമാണ്. ഏത് വ്ളോഗ് എടുത്ത് നോക്കുമ്പോഴും ഞാനാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ എന്നെ അതിൽ കാണാറില്ല. അപ്പം എൻ്റെ സാന്നിധ്യം കൂടി വരാൻ വേണ്ടി ചുമ്മാ ഒരു വീഡിയോ എടുത്തേക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫുഡ് എത്തി. നമ്മുടെ വാവയാണെങ്കിൽ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, നമ്മളെ കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത് പറഞ്ഞ കാര്യമല്ല. അപ്പോൾ ചെറുതിനെ എടുത്ത് പുറത്തേക്ക് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ 2 പേരും വേഗം ഫുഡ് കഴിച്ചു. നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ടും നല്ല രീതിക്ക് വിശക്കുന്നതുകൊണ്ടും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ആരുട്ടിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം വേണം. ദേ ഈ ചിക്കനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റിക്കൊണ്ട് തന്ന ചിക്കൻ.
അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. മക്കൾ രണ്ടുപേരും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കാർന്ന് കഴിക്കാൻ വേണ്ടി അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് നിർബന്ധിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ബിരിയാണിയാണല്ലോ കഴിച്ചത്. ആരുട്ടി വണ്ടി കയറി 5 മിനിറ്റ് കഴിയലും ഉറങ്ങിപ്പോയി. നമ്മുടെ ചോട്ടാപ്പിക്ക് യാതൊരു ഉറക്കം ഉണ്ടായിരുന്നില്ല. എന്തോ ആ ദിവസം മുഴുവൻ നമ്മുടെ ചെറുത് നല്ലൊരു മൂഡിലായിരുന്നു. ആണ് ഞങ്ങളുടെ കാല്, ഞങ്ങളുടെ കുഞ്ഞിക്കാല്. ഇത് എന്നത്, ഇത് എന്നത്, ഇത് ആരുടെ കാല്? ആരെങ്കിലും ഈ വീഡിയോക്ക് നെഗറ്റീവ് പറഞ്ഞാൽ ഇത് കൊണ്ട് ചവിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി കേട്ടോ. കറക്റ്റ് അവിടെ എത്താനാകുമ്പോഴാണ് എൻ്റെ മോൻ ഉറക്കം വന്നത്. അപ്പോൾ വാവ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നേരെ പോകുന്ന സമയത്ത് അവിടെ പാർക്ക് ചെയ്യാനൊരു ഏരിയ ഉണ്ട്. പേ പാർക്കിംഗ് ആണ് ഗൈസ്, പൈസ കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. കള്ളന്മാരെ പേടിച്ചിട്ടല്ല കേട്ടോ, നല്ല മുട്ടൻ കൊതുകുകളുണ്ട് അവിടെ. അത് ഒറ്റയ്ക്കല്ല വരുന്നത്, കൂട്ടമായിട്ടാണ്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു വണ്ടി നിറയെ ആൾക്കാർ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിന്നാലെ ഞങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. കോഴിക്കോട് ഇങ്ങനെ പോകാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേര് കോഴിക്കോട് തന്നെയുള്ള കുറേ റിസോർട്ടുകളും അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഇവിടെ പോയിട്ട് വ്ളോഗ് ചെയ്യുമോ എന്ന് ചോദിച്ചവരുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു അവാർഡ് കിട്ടിയൊരു ഫീലാണ്. ഞാൻ ഇത്രയും കാലം ഹോണസ്റ്റ് ആയിട്ടാണ് എല്ലാത്തിൻ്റെയും റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും പോവാം. അപ്പോൾ നമുക്ക് ബാക്ക് ടു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു എൻട്രി ടിക്കറ്റ് എടുക്കണം. ഞാൻ അത്രയും നേരം കരുതിയിരുന്നത് കുറേ വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത്. പിന്നെയാണ് എനിക്ക് കാര്യം അങ്ങോട്ട് മനസ്സിലായത്. അവിടെ കുറേ ബോട്ട് നിർത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ അവർ നമ്മളിങ്ങനെ പുഴയിൽ കൂടെ ഇങ്ങനെ ചുറ്റി കാണിച്ചു തരും. അവിടെ കുറേ ബേർഡ്സ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് ഒരു കിളിയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേ കൊക്കുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ പേര് മാത്രം കേട്ട കുറേ ചെടികൾ ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ആടലോടകം, മഞ്ഞൾ, ചെറുള, വാദംകൊല്ലി അതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചെടികളുടെ പേര് നല്ലപോലെ അറിയെങ്കിലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ തഴുതാമയൊക്കെ ഞങ്ങളെ വീട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പറിച്ച് ഉപ്പേരി വെക്കുമായിരുന്നു. ഈ തഴുതാമയ്ക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ, മുറിവ് ഉണങ്ങാനോ, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ, അങ്ങനെ എന്തൊക്കെയോ 100 കൂട്ടം ഗുണങ്ങളുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്ന് എത്രയോ തെന്നി മാറിയിരിക്കുന്നു. ഞങ്ങൾ അടുത്തതായിട്ട് ബോട്ടിൽ കയറാനുള്ള പരിശ്രമത്തിലാണ്. ആക്ച്വലി ഒരു ബോട്ടിൽ 8 പേരാണ് കയറേണ്ടത്. കുട്ടികൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ബോട്ട് എടുക്കാം. അതൊരു നഷ്ടക്കച്ചവടം ആയതുകൊണ്ട് ഞങ്ങളൊരു 4 പേരും കൂടി വരുന്നവരെ വെയിറ്റ് ചെയ്തു. അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് 4 പേരെ കിട്ടി. പക്ഷേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ബസ് നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവരോരോ ടീമായി ഓരോ ബോട്ടിൽ കയറിപ്പോയി നമുക്കൊരു ബോട്ട് ഫ്രീ ആയി കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തുള്ളൂ. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി ഈ കടയിൽ നിന്ന് ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ചു. ഈ കട കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. നമ്മുടെ പണ്ടത്തെ ഒരുവിധം എല്ലാ
എല്ലാ മുട്ടയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് വാങ്ങി. അങ്ങനെ ഇതാ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ 2 പേര് ആരാന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവർ നമുക്ക് കുറേ ഫോട്ടോസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ അവരുടെ ഫേസ് ഒന്ന് ബ്ലർ ചെയ്യുകയാണ്. പിന്നെ ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചു വീഡിയോസൊക്കെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി അങ്ങ് പാസ്സാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, ചറ പറയാന്നങ്ങ് വീഡിയോ എടുത്തു. നല്ല വെയിലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒട്ടും ചൂടുണ്ടായിരുന്നില്ല. കാറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ എനിക്ക് മനസ്സിലായി, ചിലതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോ എടുത്തിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറേ സംഭവങ്ങൾ മിസ്സായി പോയി. കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ അതാ കുറേ കിളികൾ നിൽക്കുന്നത് കാണുന്നില്ലേ? കിളികൾ അതാ നിൽക്കുന്നു എന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഇവരെ കാണുന്നത്. ആകെ ഈ കിളികളെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി എൻ്റെ കണ്ണെത്താത്തടുത്ത് കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പിന്നെ ബേർഡ്സിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ബോട്ടിലൂടെയുള്ള യാത്ര തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്ക് 2 പേർക്ക് ഇത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെങ്ങാനും ബോറടിക്കുന്നു തിരിച്ചു പോകണം എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ കുടുങ്ങി പോയേനെ. ഒരുമിച്ചാണ് പറക്കുന്നത്, അങ്ങോട്ട് പറന്നു പോയി. ഇവിടെ മെല്ലുമല്ലേ ടാറ്റ കൊടുക്ക്. ആ ടാറ്റ. മാമനെവിടെ? മാമനെവിടെ? ഇവിടെ ഈ പുഴയും കടലും തമ്മിൽ സംഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനൊക്കെ ഒരു ഉപ്പ് രുചിയായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ എന്തിനാണ് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഒരറിവും ചെറുതല്ല.
കുറച്ചധികം നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് 2 പിള്ളേർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് 2 പേർക്കും കൊടുത്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡെല്ലാം കാറിലായിപ്പോയി. പക്ഷെ 2 പേർക്കും ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ബോട്ട് ഇതാ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കാണ്. ഞാനിങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ. പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടാവാറ്. ഞാൻ ആദ്യമായിട്ട് ബോട്ടിൽ പോകുന്നത് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ആയിരുന്നു. അത് വേറൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കെട്ടിയവൻ്റെ കൂടെയാണ്. അത് വേറൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം അത് എൻ്റെ 2 പിള്ളേരുടെ കൂടെ പോകുന്നു. ഞാനിതിപ്പോൾ പറയുമ്പോൾ ആലോചിക്കുകയാണ് എത്ര പെട്ടെന്നാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ മക്കളെ കൂടെ ആയിരിക്കും. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം തരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെറുത് ഒരാളെ പോലും വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ബോട്ടിൻ്റെ അടുത്ത് കൂടെ ഏത് ബോട്ട് പോയാലും അവരോട് ടാറ്റ പറയലും കൂകി വിളിക്കലൊക്കെ ആയിരുന്നു. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ ബോട്ടും ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ കാരണം ഞങ്ങൾക്ക് പിടികിട്ടി. അവിടെ നമുക്കൊരു 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കൊതുകാണ്. പിന്നെ നമ്മുടെ കൂടെ 2 മക്കളുള്ളത് കൊണ്ട് അത്ര ഉള്ളിലോട്ട് പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനതിൻ്റെ ഉള്ളിൽ കയറി കാഴ്ച കാണുമ്പോഴോ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും എനിക്ക് കൊതുക് അടിക്കുന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോട്ട് തിരിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്നെ കടിച്ചൊരു വഴിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക തരം കൊതുകാണ്. അത് കുത്തിയ സ്ഥലത്ത് കുറച്ച് സമയം ഇങ്ങനെ വേദന ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരു ജീൻസ് ഇട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഇരുന്നുകൊണ്ട് കറക്റ്റ് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബോട്ടിൻ്റെ മുന്നിലിരുന്ന ചേച്ചി എനിക്ക് വീഡിയോസ് കുറച്ച് എടുത്തു തന്നു. അതിനുശേഷം എല്ലാ ബോട്ടും കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മുന്നിലിരുന്നവർക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ഇവിടെ പപ്പയും മക്കളും തകൃതിയായിട്ടുള്ള കളിയാണ്. ആരുടെ ആര് വിളിക്ക് ഓ എന്ത് ഭംഗിയാണ്. ബിസ്ക്കറ്റ് തരുമോ അപ്പൊ തിന്നാനല്ലേ എറിയാനല്ല. ഓ എന്താ ബിസ്ക്കറ്റ് എറിയാ നീണ്ട 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് കരയ്ക്കെത്തി. മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് കൂടെ നല്ലതായിരിക്കും കേട്ടോ. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവുന്നത് കുറേ നല്ല നല്ല മെമ്മറീസ് കൂടുമ്പോഴാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ അടയിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. ചുമ്മാ ബീച്ചിൽ പോയിരുന്നാലും മതി, വലിയ ചിലവൊന്നുമില്ലല്ലോ.
അത് നിങ്ങളെ ലൈഫിൽ നല്ല നല്ല കുറേ മാറ്റങ്ങളുണ്ടാവും. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം കേട്ടോ. ഇതൊരു മോട്ടിവേഷൻ സ്പീച്ചായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. എനിക്ക് കുറേ നല്ല മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വീണ്ടും കഥ പറഞ്ഞ് എവിടെയോ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഞാൻ എന്തെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പാർക്കോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരത്തെ അതേ കടയിലേക്ക് തിരിച്ചു വന്നു. 3 നല്ല തണുത്ത ലൈം ജ്യൂസ് കുടിച്ചു. നല്ല പൊരി വെയിലത്ത് ഇങ്ങനെ തണുത്ത് എന്തെങ്കിലും കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കുടിക്കാൻ പാടില്ലെന്നാണ്, പക്ഷെ എന്ത് ചെയ്യാം. ഞങ്ങൾ കുടിക്കുന്ന കണ്ട എന്തായാലും മോന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ജ്യൂസിൽ അത്ര ഐസ് ഇടണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ചെറുതിന് ആ ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല. കഷ്ടകാലത്തിന് അതങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ ഗ്ലാസ്സോടൊക്കെ എൻ്റെ കുട്ടിക്ക് വേണം, കുടിക്കാനല്ല അത് വെച്ച് കളിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വണ്ടി വിട്ടത് ചാലിയം ബീച്ചിലേക്കാണ്. ഒരു കോഴിക്കോടുകാരിയായിട്ടും ഞാൻ ഈ ചാലിയം ബീച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് സത്യം ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ബീച്ച് എനിക്കൊരു വീക്ക്നെസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. കാറിന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ, ഒന്ന് ജസ്റ്റ് കറങ്ങി അടിച്ച് വരാം എന്നുള്ള രീതിയിൽ അങ്ങ് ഇറങ്ങിയതാണ്. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു 6 മണി 6:30 സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം ചുറ്റിക്കണ്ട് വേഗം ഇങ്ങോട്ട് വരാം എന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ തിരിച്ച് ഇവിടേക്ക് എത്തുന്നത് നല്ല ലേറ്റായിട്ടാണ്. അതായത് ഏകദേശം ഒരു 9 മണിയായി കാണും. കാരണം ഞങ്ങൾ കഥയും പറഞ്ഞ് നടന്ന് അങ്ങ് എത്തിപ്പോയി. പിന്നെ ഞങ്ങൾ പോയൊരു ടൈം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെയിലൊക്കെ കുറഞ്ഞ് സൺസെറ്റിൻ്റെ ആ ഒരു ടൈമാണല്ലോ. പിന്നെ അവിടെ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നിരിക്കുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫുൾ സെറ്റപ്പായിട്ടാണ് അവർ വരുന്നത്. വിരിക്കാനൊരു ബെഡ്ഷീറ്റ്, പിന്നെ ഓരോരോ വലിയ വലിയ പാത്രങ്ങളിൽ ഓരോ നോമ്പുതുറ വിഭവങ്ങൾ, പിന്നെ പലതരത്തിലുള്ള ജ്യൂസുകൾ. ഇതൊന്നും ഒളിഞ്ഞു നോക്കിയതല്ല കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോയിരുന്ന് കളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ഫാമിലി ഇങ്ങനെ നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. എനിക്ക് ഈ നോമ്പുതുറ ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു 2 വീലറിലായിരുന്നു കോളേജിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങളെ വീടുകൾ തമ്മിൽ അത്ര ദൂരമില്ല, എന്നാൽ അടുത്തുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവളെ ഞാൻ വീട്ടിലാക്കുന്ന സമയത്ത് ഇവളുടെ ഉമ്മ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി എനിക്ക് വെച്ചിട്ടുണ്ടാവും. ഞാനത് അവിടെ നിന്ന് കഴിക്കാതെ എല്ലാം പൊതിഞ്ഞ് നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഞാനും അമ്മയായിട്ട് കഴിക്കാറായിരുന്നു പതിവ്. ഇപ്പം എൻ്റെ ഒറ്റ ഫ്രണ്ട്സ് പോലും നാട്ടിലില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടൊരു ചേച്ചി ഇത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അവിടെ പോയി വാങ്ങി കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നോമ്പ് തുറ നൊസ്റ്റു. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. ഞങ്ങൾ ബീച്ചിലിരുന്നതിനേക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. കാരണം കഴിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കട്ടൻ ചായ തുടങ്ങിയ യുദ്ധമാണ്. അത് അവസാനിച്ചത് സ്വീറ്റ് കോണിലും. എനിക്ക് ആകെ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ബീച്ചിൽ പോകുന്ന സമയത്ത് മുടി അയച്ചിടുന്ന ഒരു ദുശീലമുണ്ട്. പക്ഷെ അന്ന് അത് വൻ അബദ്ധമായിപ്പോയി. മര്യാദയ്ക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അതോടുകൂടി ആ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വരുന്ന വഴിക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പം ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ചില കവികൾ പറയാറില്ലേ,
പകലിനേക്കാൾ ഭംഗി രാത്രിക്കാണെന്ന്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. കവികൾ വേറെന്തോ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറേ നേരം വണ്ടിയിൽ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ മോൻ്റെ മൂഡ് മാറി. അപ്പം ഞങ്ങൾ അവസാന തടവങ്ങിറക്കി അവൻ്റെ ഫേവറേറ്റ് സോങ് അങ്ങ് ഒച്ചത്തിൽ വെച്ചു കൊടുത്തു. അതോടുകൂടി അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.